ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം പ്രവർത്തനം ഒന്ന് നോക്കാം, വായിക്കാം, എഴുതാം. ജയപരാജയങ്ങൾ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് പൊതുവെ പറയാറുണ്ട്. ഒരു ദിവസം തോറ്റവർ മറ്റൊരു ദിവസം ജയിക്കുന്നു. ഇത് നേർവിപരീതമായും നടക്കാം. ഒരു ദിവസം തോറ്റു എന്ന് കരുതി എതിരാളികളോട് അപകീർത്തികരമായും മോശമായും പെരുമാറുന്നത് ഉചിതമല്ല. എതിരാളികളും നല്ല മനുഷ്യരാണെന്നും അവർക്കും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന ചിന്ത എല്ലാ മത്സരാർത്ഥികളിലും ഉണ്ടാവണം. എതിരാളികളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവരുടെ വിജയത്തെ സന്തോഷിക്കുന്നവരുമാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നവർ. വിജയത്തിനായി അധ്വാനിച്ചു കളിക്കുകയും ആത്മവിശ്വാസത്തോടെ കളിക്കളത്തിൽ ഇടപെടുകയും വേണം. വിജയത്തിന് കുറുക്കു വഴികളില്ല, പകരം കഷ്ടപ്പാടിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും മാർഗമാണ് വേണ്ടത്. ഡോക്ടർ അജീഷ് ടി.പി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എതിരാളികളോടുള്ള പെരുമാറ്റം ഉചിതമാകുന്നത് എപ്പോൾ? 4 ഓപ്ഷൻസ് ഉണ്ട്. എതിരാളികളെ പുകഴ്ത്തുമ്പോൾ, എതിരാളികളെ അപകീർത്തിപ്പെടുമ്പോൾ, എതിരാളികളെ സഹായിക്കുമ്പോൾ, എതിരാളികളെ പരാജയപ്പെടുത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, അപകീർത്തിപരമായും മോശമായും പെരുമാറുന്നത് ഉചിതമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തതാണ് നമ്മുടെ ശരിയായ ഉത്തരം, എതിരാളികളെ അപകീർത്തിപ്പെടുത്തുമ്പോൾ. ഇനി രണ്ടാമത്തെ, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നന്മകളും ഉള്ളത് ആർക്കാണ്? 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കും കൂട്ടുകാർക്കും, നമുക്കും എതിരാളികൾക്കും, എതിരാളികൾക്കും കൂട്ടുകാർക്കും, ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? എതിരാളികൾ അല്ലേ, എതിരാളികളും നല്ല മനുഷ്യന്മാരാണ് എന്ന് അല്ലേ, നമുക്കും എതിരാളികൾക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇതെഴുതാം, നമുക്കും എതിരാളികൾക്കും. ഇനി രണ്ടാമത്തെ, സഹകളിക്കാരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ എതിരാളികളുടെ വിജയത്തിന് എപ്രകാരമാണ് പരിഗണിക്കുന്നത്? നിസ്സംഗതയോടെ, സന്തോഷത്തോടെ, വെറുപ്പോടെ, നിസ്സഹായത്തോടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സന്തോഷത്തോടെയാണ് നമ്മൾ എതിരാളികളുടെ വിജയത്തെ പരിഗണിക്കേണ്ടത്. അധ്വാനിച്ച ആത്മവിശ്വാസത്തോടെ കളിക്കണമെന്ന് പറയാൻ കാരണം എന്ത്? വിജയത്തിന് മികച്ച ടീം വേണം, വിജയത്തിന് പരിശീലനം വേണം, വിജയത്തിന് കുറുക്കുവഴികളില്ല, വിജയത്തിന് ലക്ഷ്യമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? വിജയത്തിന് കുറുക്കുവഴികളില്ല. അതാണ് അതിൻ്റെ ഉത്തരം. കളിയിലും ജീവിതത്തിലും ഒപ്പമുള്ളവരെ പരിഗണിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടത് എന്താണ്? ആവേശവും വേഗതയും, ബഹുമാനവും അംഗീകാരവും, അധ്വാനവും കഷ്ടപ്പാടും, വിജയവും പരാജയവും. അപ്പം കഷ്ടപ്പാടും കഠിന പ്രയത്നവുമാണ് എന്നാണ് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്? കളിയിലും ജീവിതത്തിലും ഒപ്പമുള്ളവരെ പരിഗണിച്ച് ബഹുമാനവും അംഗീകാരവും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒരു കഥാപാത്ര നിരൂപണമാണ്. ഭംഗിയുള്ള ശലഭം, നമുക്കതിനെ പിടിക്കാം. നമ്മൾ എങ്ങനെ പോകും തോഴിയെ കൂടാതെ? നിങ്ങളെപ്പോലെ തന്നെയാണോ? നല്ല നക്ഷത്ര കണ്ണും തുടുത്ത മുഖവും. എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചു നോക്കാം. ചിത്രശലഭങ്ങളിലെ മാലാഖമാരെ പരിചയപ്പെട്ടല്ലോ. മാലാഖമാർക്ക് ഒരേ രൂപവും ഒരേ ചിന്തയുമാണ്. അവരുടെ സവിശേഷതകൾ പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ മാലാഖമാർ ശലഭത്തിൻ്റെ പിന്നാലെ പോയി ആപത്തിൻ്റെ കൊടുങ്കാട്ടിൽ പെടുകയാണ്. കാട്ടിൽ മറിഞ്ഞ കൂട്ടുകാരിയെ തേടി വന്നതാണ് മാലാഖമാർ. അപ്പോൾ കൂട്ടുകാരിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന ഭയം അവർക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് അവർ തോഴി എന്ന് വിളിക്കുന്നത്. പക്ഷേ കൂട്ടുകാരിയുടെ മറുവിളി കേൾക്കാനത് കൊണ്ട് മാലാഖമാർ നിരാശയായി. ഇവിടെ കൂട്ടുകാരിയോടുള്ള ആ സ്നേഹവും ആത്മാർത്ഥവും നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ കൂട്ടുകാരിയെ അവിടെ ഒറ്റയ്ക്കാക്കാതെ പോകാൻ അവർ പരിശ്രമിക്കുന്നുണ്ട്. കൂട്ടുകാരി ഇല്ലാതെ എങ്ങനെയാണ് പോവുക എന്ന് അവർ കരുതുന്നുണ്ട്. അതും അവരുടെ കൂട്ടുകാരിയോടുള്ള സ്നേഹം വെളിവാക്കുകയാണ്. സുഹൃത്തായ മാലാഖയെ അന്വേഷിക്കുകയാണ്. കൂട്ടുകാരിയെ തിരയുന്നുണ്ട്. അതിൽ നിന്ന് കൂട്ടുകാരിയോടുള്ള സ്നേഹം അവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത്, വർണ്ണച്ചിലകളുള്ള ചിത്രശലഭം കാട്ടിൽ മാലാഖമാരുടെ അടുത്തേക്ക് പറന്നു വരുന്നുണ്ട്. അപ്പോൾ അവർ മാലാഖമാർ ശലഭത്തെ പിടിക്കാൻ മുതിരുന്നു. അപ്പോൾ എന്താണ്, വഴി തെറ്റിപ്പോകുന്ന പുതിയ തലമുറയെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അവരുടെ
രൂപഭംഗി, നല്ല നക്ഷത്ര കണ്ണവും തുടുത്ത മുഖവുമുള്ളവരാണ് മാലാഖമാർ. ഇനി നമുക്ക് അടുത്ത വിശകലനക്കുറിപ്പ് നോക്കാം. പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണം എന്നുള്ളത് ദൂരത്താകും. പഴഞ്ചൊല്ലി വായിച്ചില്ലേ? ഹാംലി നഗരത്തിലെ മേയർക്കും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ചോദ്യം വേറെ രീതിയിലായിരുന്നു. അപ്പോൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഈ ചോദ്യം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പിന്നെ അടുത്ത എലികളെ കൊണ്ട് പൊറുതിമുട്ടി അടിവരയിട്ട പദം കൊണ്ട് അർത്ഥമാകുന്ന സഹികെട്ടു, ദേഷ്യം പിടിച്ചു, വേദനിച്ചു, സങ്കടിപ്പിച്ചു. സഹികെട്ടു എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് താരതമ്യ കുറുമ്പാണ്. ഒരു യാത്രയിൽ ആകെയുള്ള വസ്ത്രം ഉണക്കാനിട്ട് കുളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണാനിടയപ്പോൾ ഇന്ത്യക്കാരായ എല്ലാവരുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നവരെ ഒറ്റ വസ്ത്രത്തിലായിരുന്നു ഗാന്ധിജി. താണവർ തൻ പേരിൽ എത്ര മേൽ ആർദ്രത കാണുവാനെങ്ങുണ്ടു മഞ്ഞിൽ വേറെ. വരികളെ താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. അടുത്തത് താഴെ പറയുന്ന ഉള്ളൂരിൻ്റെ കൃതി ഏത് എന്നാണ്. ഉള്ളൂരിൻ്റെ ഉമാ കേരളമാണ് ഉള്ളൂരിൻ്റെ കൃതി. ഇനി അടുത്തത് ഒരു അഭിപ്രായക്കുറിപ്പാണ്. സഞ്ജുവിന് വേഗശതകം, അന്താരാഷ്ട്ര 2020 സെഞ്ചുറി നേടി കേരളത്തിൻ്റെ സ്വന്തം സഞ്ജു. തലക്കെട്ടുകൾ വായിച്ചില്ലേ? തിരിച്ചടികളെ മറികടന്ന് വിജയത്തിലെത്തിയ അബ്ദുൽ കലാമിൻ്റെ അനുഭവം നമുക്കറിയാം. പരാജയങ്ങളിൽ പതറാത്തുള്ളവർക്കാണ് ഈ ലോകം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനി അടുത്തത് ഒരു ആസ്വാദനക്കുറിപ്പാണ്. കാറ്റ് തിളകും മടലുകളും കാച്ചു തയ്ക്കുന്ന കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകൾ ഒട്ടനേകം. പാരിനഴകും നേലുമേകി പാരമീ തെങ്ങു വിളങ്ങിടുന്നു. തന്നുടമസ്ഥന് വേണ്ടിയെല്ലാം തന്തലമേൽ താങ്ങി നിന്നിടുന്നു. വേനൽക്കും മഞ്ഞിനും ഭേദമില്ല, വേറിട്ടൊരൊറ്റ നിനവുമില്ലേ. ഉള്ളൂർ. കവിതയുടെ ആശയം, പ്രയോഗഭംഗി എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കവിതയുടെ ആശയം എഴുതണം, ആരാണ് എഴുതിയ കവിത എന്നെഴുതണം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതണം. ഇതൊക്കെ ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.